നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേച്ചേരി പട്ടിക്കരയിൽ ലോറി കയറി വീട്ടമ്മ മരിച്ചു. രായമരക്കാർ വീട്ടിൽ ഷെരീഫിന്റെ ഭാര്യ ഷെബിദയാണ് മരിച്ചത്. 43 വയസ്സാണ്. വടക്കാഞ്ചേരി ഒന്നാംകല്ല് ബസ് സ്റ്റോപ്പിന് സമീപം ഗൃഹനാഥയുടെ കാലിന് മുകളിൽ ബസ് കയറിയിറങ്ങി. കുന്നംകുളത്ത് KSRTC ബസ്സിന് പുറകിൽ സ്വകാര്യ ബസ് ഇടിച്ച് അപകടം. വെള്ളർക്കാട് പാടശേഖരത്തിൽ അവശനിലയിൽ കണ്ടെത്തിയ കാട്ടുപന്നിയെ കടങ്ങോട് പഞ്ചായത്ത് അധികൃതരുടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ വെടിവെച്ചു കൊന്നു. അതേസമയം അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതി കെണിയിൽ നിന്നും പന്നിക്ക് ഷോക്കേറ്റുവെന്ന് ആരോപണം. പെരുമ്പടപ്പ് പോലീസിന്റെ നേതൃത്വത്തിൽ കഞ്ചാവ് വേട്ട. കോതമുക്ക് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലം കേന്ദ്രീകരിച്ചു നടത്തിയ പരിശോധനയിൽ 2 കിലോയിലധികം കഞ്ചാവുമായി ബീഹാർ സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. മാലിന്യ നിർമ്മാർജ്ജന സന്ദേശം ഉയർത്തി കുന്നംകുളം നഗരഹൃദയത്തിൽ മടക്കുന്നംകുളം സ്ക്വയർ ഒരുങ്ങി. ജലധാര ഉൾപ്പെടെയുള്ള പൂന്തോട്ടത്തോടെയാണ് നിർമ്മാണം. ആലാപാലം ആധുനിക വാതക ശ്മശാനം നിർമ്മാണോദ്ഘാടനത്തിൽ നിന്നും UDF മെമ്പർമാർ വിട്ടുനിന്നു. ശ്മശാനം രണ്ടാമതും നിർമ്മാണോദ്ഘാടനം നടത്തുന്നതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയാണ് UDF മെമ്പർമാർ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചത്. വിശദമായ വാർത്തയിലേക്ക്. കേച്ചേരി പട്ടിക്കരയിൽ ലോറി കയറി വീട്ടമ്മ മരിച്ചു. അല്ലമീൻ സ്കൂളിന് സമീപത്തുള്ള രായമരക്കാർ വീട്ടിൽ ഷെരീഫിന്റെ ഭാര്യ ഷെബിദയാണ് മരിച്ചത്. 43 വയസ്സാണ്. വെള്ളിയാഴ്ച വൈകിട്ട് 4:30യോടെയാണ് സംഭവം. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിന്റെ നിർമ്മാണ ചുമതലയുള്ള ബാബ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ടോറസ് ലോറിയാണ് ഷെബിദയുടെ തലയിലൂടെ കയറിയിറങ്ങിയത്. പട്ടിക്കര മുസ്ലിം പള്ളിക്ക് സമീപത്ത് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നിർമ്മാണ സാമഗ്രികൾ സൂക്ഷിക്കുന്ന യാർഡിലേക്ക് വന്നതായിരുന്നു ലോറി. ലോറി പിറകിലേക്ക് എടുക്കുന്നതിനിടെ ദേഹത്ത് തട്ടിയതിനെ തുടർന്ന് വീണ ഷെബീദയുടെ തലയിലൂടെ കയറിയിറങ്ങുകയായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അപകടം നടന്ന തൽക്ഷണം തന്നെ യുവതി മരിച്ചു. കേച്ചേരി ആക്ട്സ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കുന്നംകുളം പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വടക്കാഞ്ചേരി ഒന്നാംകല്ല് ബസ് സ്റ്റോപ്പിന് സമീപം ഗൃഹനാഥയുടെ കാലിന് മുകളിൽ ബസ് കയറിയിറങ്ങി. പുതുവീട്ടിൽ 68 വയസ്സുള്ള നബീസയ്ക്കാണ് പരിക്കേറ്റത്. കുന്നംകുളത്തേക്ക് പോകാൻ ഒന്നാംകല്ല് ബസ് കാത്തിരിക്കുകയായിരുന്ന നബീസ കറവത്തൂർ പോകുന്ന ബസ്സിൽ മാറിക്കയറി. കുന്നംകുളത്തേക്കല്ല ബസ് പോകുന്നതെന്നറിഞ്ഞ് ബസ്സിൽ നിന്നും ചാടിയിറങ്ങിയ നബീസയുടെ ഇടതുകാലിൽ കൂടി ബസിന്റെ പിൻചക്രം കയറിയിറങ്ങി. പരിക്കേറ്റ ഇവരെ വടക്കാഞ്ചേരി ആക്ട്സ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളർക്കാട് പാടശേഖരത്തിൽ അവശനിലയിൽ കണ്ടെത്തിയ കാട്ടുപന്നിയെ കടങ്ങോട് പഞ്ചായത്ത് അധികൃതരുടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ വെടിവെച്ചു കൊന്നു. അതേസമയം അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതി കെണിയിൽ നിന്നും പന്നിക്ക് ഷോക്കേറ്റതുകൊണ്ടാണ് പന്നി അവശനിലയിലാകാൻ കാരണമെന്ന് വാർഡ് മെമ്പറും നാട്ടുകാരും അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ വെള്ളറക്കാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള പാടശേഖരത്തിലാണ് അവശനിലയിൽ പന്നിയെ കണ്ടെത്തിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, വാർഡ് മെമ്പർ അഭിലാഷ് കടങ്ങോട്, എരുമപ്പെട്ടി ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ VJ ഗീവർ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ US ഷനോജ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഷൂട്ടർ അലക്സ് പാലക്കൽ 2 തവണ വെടിയുതിർത്ത് പന്നിയെ കൊന്നു. ഇതിനുശേഷം പാടശേഖരത്തിൽ തന്നെ സംസ്കരിച്ചു. പന്നി കിടന്നിരുന്നതിന് തൊട്ടടുത്ത് കമ്പി കൊണ്ട് വേലി നിർമ്മിച്ചിട്ടുണ്ട്. പന്നികളുടെ ആക്രമണം തടയാൻ സോളാർ വൈദ്യുതി ഫെൻസിംഗ് സ്ഥാപിക്കാനാണ് കമ്പിവേലി നിർമ്മിച്ചത് എന്നാണ് പാടശേഖരത്തിന്റെ ഉടമ പറയുന്നത്. എന്നാൽ ഈ കമ്പിവേലിയിലേക്ക് വൈദ്യുതി ലൈനിൽ നിന്നും സർവീസ് കേബിൾ ഉപയോഗിച്ച് വൈദ്യുതി കടത്തിവിട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. ആരാന്നറിയില്ല, KSEBിയുടെ ലൈനിന്റെ മുകളിൽ സർവീസ് വയർ ഉപയോഗിച്ച് ഇതിലേക്ക് കറണ്ട് കൊടുത്തു. ഇന്ന് കാലത്ത് ഒരു പന്നിക്ക് ഷോക്കടിച്ച നിലയിൽ കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങൾ വാർഡ് മെമ്പർമാർ ഉൾപ്പെടെ കർഷകരും അതുപോലെ തന്നെ എരുമപ്പെട്ടി ഫോറസ്റ്റ് ഓഫീസർ അതുപോലെ KSEB ഓഫീസർമാർ, എരുമപ്പെട്ടി പോലീസ് ഉൾപ്പെടെ ഇവിടെ വന്നു. പന്നിയെ ഷോക്കടിച്ച നിലയിൽ കണ്ടെത്തി. അതിനപ്പുറത്ത് 2 ദിവസം മുൻപാണ് രാകേഷ് എന്ന് പറഞ്ഞ പയ്യൻ തൊട്ടപ്പുറത്തുള്ള ചിറയിലേക്ക്, വടുകമ്പുള്ളി ചിറയിലേക്ക് കുളിക്കാൻ വന്ന സമയത്ത് ഫോൺ കയ്യിൽ നിന്ന് തട്ടി താഴേക്ക് വീണപ്പോൾ അത് എടുക്കാൻ ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ഷോക്കടിച്ചിരുന്നു. വലിയ അപകടം ഉണ്ടാവാതെ രക്ഷപ്പെട്ടു. ആരാന്നറിയില്ല, വ്യക്തമായിട്ട് നമുക്ക് ആളുകളെ മനസ്സിലായിട്ടില്ല. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ CV ലൈജുമോൻ, KSEB ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സർവീസ് വയറും വൈദ്യുതി ലൈനിൽ സർവീസ് വയർ കൊളുത്തുവാൻ വടികൊണ്ട് നിർമ്മിച്ച തോട്ടിയും സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പരാതി ലഭിച്ചാൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുമെന്ന് പോലീസ് അറിയിച്ചു. പന്നിക്ക് ഷോക്കേറ്റതായുള്ള ലക്ഷണമില്ലെന്നും വേലിച്ചാടി കടന്നപ്പോൾ
എലിതെറ്റിയതാകാമെന്നും വിശദമായി അന്വേഷണം നടത്തുമെന്നും വനപാലകരും അറിയിച്ചു. അതേസമയം പാടശേഖരത്തിൽ സ്ഥാപിച്ച കമ്പിവേലിയിൽ പന്നിയെ പിടികൂടുവാൻ അനധികൃതമായി വൈദ്യുതി കടത്തിവിട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. 2 ദിവസം മുമ്പ് പ്രദേശവാസിയായ രാകേഷിന് ഈ കമ്പിയിൽ നിന്നും ഷോക്കേറ്റതായി വാർഡ് മെമ്പർ അഭിലാഷ് കടങ്ങോട് പറഞ്ഞു. പരിശോധന നടത്തിയപ്പോൾ KSEBിയുടെ ലൈനിന്റെ മുകളിൽ നിന്ന് സർവീസ് വയർ ഉപയോഗിച്ച് സർവീസ് വയറും അതുപോലെ തന്നെ ഒരു തോട്ടിയും കണ്ടെത്താനായി ഫോറസ്റ്റ് ഓഫീസർമാരും അതുപോലെ തന്നെ ഫോറസ്റ്റ് KSEB പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായി അന്വേഷിച്ച് നടപടി ഉണ്ടാവണം. കാരണം നമുക്കറിയാൻ പറ്റും, തൊട്ടടുത്ത ദിവസങ്ങളിലാണ് അച്ഛനും മകനും ഇതുപോലെ തന്നെ പന്നിക്ക് ലൈൻ വെച്ചതിന്റെ മുകളിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. വലിയൊരു അപകടം ഉണ്ടാകാതെ രക്ഷപ്പെട്ട സാഹചര്യം. കൃത്യമായ അന്വേഷണം നടത്തണം. ഈ നാട്ടിലെ ആളുകൾ, പല ആളുകളും കർഷകർ ഉൾപ്പെടെ നടന്നു പോകുന്ന വഴികളാണ്, കുളിക്കാൻ ആളുകൾ വരുന്ന പ്രദേശമാണ്. അപ്പൊ അത്തരമൊരു സാഹചര്യം ഉണ്ടായി കൃത്യമായി അന്വേഷിച്ച് നടപടി ഉണ്ടാവണമെന്നാണ് ഈ നാട്ടിലെ മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകളും കർഷകരുടെ ആവശ്യം. എരമംഗലം വെളിയങ്കോട് റോഡിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ 2.5 കിലോഗ്രാം കഞ്ചാവുമായി പെരുമ്പടപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. ബീഹാർ സ്വദേശി അൻവർ മിയയാണ് പിടിയിലായത്. 45 വയസ്സാണ്. SHO CV ബിജുവിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത്. പ്രദേശത്ത് താമസിക്കുന്ന തൊഴിലാളികൾക്ക് വിൽപ്പനയ്ക്ക് എത്തിച്ചതാണെന്ന് കരുതുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. SI CP ബിജു, ASI ഉദയകുമാർ, CPOമാരായ ജെം ജെറോം, അക്ബർ, ഉമേഷ്, പ്രവീൺ, ആദിത്യൻ എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. കുന്നംകുളത്ത് KSRTC ബസ്സിന് പുറകിൽ സ്വകാര്യ ബസ് ഇടിച്ച അപകടം, ആർക്കും പരിക്കില്ല. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെ ടൗൺഹാൾ റോഡിൽ പഴയ ട്രഷറിക്ക് സമീപത്തായിരുന്നു അപകടം. ഓടിക്കൊണ്ടിരിക്കുന്ന KSRTC ബസ് പെട്ടെന്ന് നിർത്തിയതിനെ തുടർന്ന് പുറകിൽ വന്നിരുന്ന സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സ്വകാര്യ ബസ് സമീപത്തെ കാനയിലേക്ക് ഇറങ്ങി നിന്നു. സ്ഥലത്തെത്തിയ പോലീസ് ക്രെയിൻ വരുത്തിയാണ് ബസ് നീക്കിയത്. 2 ബസ്സുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മാലിന്യ നിർമ്മാർജ്ജന സന്ദേശമുയർത്തി നഗരഹൃദയത്തിൽ മടേ കുന്നംകുളം സ്ക്വയർ ഒരുങ്ങി. 80,000 രൂപ ചെലവഴിച്ചാണ് നഗരസഭ ആരോഗ്യ വിഭാഗം മടേ കുന്നംകുളം നിർമ്മിച്ചിട്ടുള്ളത്. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് അനധികൃതമായി വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതും തകർന്നു വീഴാവുന്ന അവസ്ഥയിൽ നിലനിന്നിരുന്ന ഓടിട്ട ഇരുനില കെട്ടിടം പൊളിച്ചുമാറ്റിയ സ്ഥലത്ത് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് സ്വച്ഛ് ഭാരത് മിഷൻ ഫണ്ട് ഉപയോഗിച്ച് മാലിന്യ നിർമ്മാർജ്ജന സന്ദേശമുയർത്തി ജലധാര ഉൾപ്പെടെയുള്ള പൂന്തോട്ടത്തോടെ മടേ കുന്നംകുളം നഗരസഭാ സ്ക്വയർ നിർമ്മിച്ചിട്ടുള്ളത്. പഴയ ബസ് സ്റ്റാൻഡിന് അഭിമുഖമായി ടാക്സി പാർക്കിന് സമീപം ഗവൺമെന്റ് ആശുപത്രിയുടെ മതിലിനോടും നഗരസഭ എൽ ഷേപ്പ് കെട്ടിടത്തോടും ചേർന്നുള്ള സ്ഥലത്താണ് നഗരത്തിന്റെ സെൽഫി പോയിന്റ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ നഗരസഭാ സ്ക്വയർ. പൊളിച്ചുമാറ്റിയ സ്ഥലത്ത് നഗരസഭയെയും കുന്നംകുളത്തെയും അടയാളപ്പെടുത്തുന്ന വിധത്തിലുള്ള നിർമ്മാണം നടത്തണമെന്നായിരുന്നു പൊതുജനാഭിപ്രായം. ഈ അഭിപ്രായം മാനിച്ചാണ് നഗരസഭ ആരോഗ്യ ശുചിത്വ പരിപാലന വിഭാഗം ജലധാരയോടെ പൂന്തോട്ടം ഉൾപ്പെടെയുള്ളവ നിർമ്മിച്ചത്. നഗരത്തിലെത്തുന്നവർക്ക് കാത്തിരിപ്പ് കേന്ദ്രമായും സെൽഫി കോർണറായും ഭാവിയിൽ സ്ക്വയറിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതെന്ന് ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോൺ പറഞ്ഞു. നഗരസഭയുടെ പുതുവത്സര സമ്മാനമാണ് രാത്രിയിൽ നക്ഷത്രത്തിളക്കത്തോടെ ശോഭിച്ചു നിൽക്കുന്ന മടേ കുന്നംകുളം. CCTV ന്യൂസ് കുന്നംകുളം. പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്ന കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് 7-ാം തീയതി ചൊവ്വാഴ്ച നടക്കും. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്ര പ്രകൃതിവാതക പെട്രോളിയം ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി, ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളാകും. കുന്നംകുളം MLA AC മൊയ്തീൻ, മണലൂർ MLA മുരളി പെരുന്നെല്ലി, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, നഗരസഭാ അധ്യക്ഷന്മാർ, മറ്റ് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. 21ഓളം വിഷയങ്ങളാണ് പരാതി പരിഹാര അദാലത്തിലേക്ക് പരിഗണിക്കുന്നത്. ഓൺലൈനായും ഓഫ്ലൈനായും ഇതുവരെ അപേക്ഷ നൽകുവാൻ സാധിക്കാത്തവർക്ക് അന്നേ ദിവസം അപേക്ഷ നൽകുവാൻ സൗകര്യം ഉണ്ടായിരിക്കും. നിലവിൽ 363ഓളം അപേക്ഷകളാണ് കുന്നംകുളം താലൂക്ക് തലത്തിൽ ലഭ്യമായിട്ടുള്ളത്. നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് ആലാപാലം ആധുനിക വാതക ശ്മശാന നിർമ്മാണ ഉദ്ഘാടനം നടത്തി. അതേസമയം ശ്മശാനം രണ്ടാമതും നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്നതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയ UDF മെമ്പർമാർ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു. ആലാപാലം പ്രദേശത്ത് 50 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന ശ്മശാനമാണ് ആധുനിക വാതക ശ്മശാനമാക്കി നവീകരിക്കുന്നത്.
ആലപ്പാലം സെന്ററിൽ NK അക്ബർ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തിലെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബഹുവർഷ പദ്ധതിയായാണ് നിർമ്മാണം. 1,25,53,786 രൂപ 65 പൈസയാണ് പദ്ധതിക്കായി ആകെ ചെലവ് വരുന്നത്. ഇതിൽ 67,62,000 രൂപയുടെ പദ്ധതികൾക്ക് 2024 ഡിസംബർ 7 ചേർന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗം അംഗീകാരം നൽകി. 6 മാസം കാലയളവിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്കും അതിദരിദ്ര ലിസ്റ്റിൽപ്പെട്ട കുടുംബാംഗങ്ങൾക്കും പൂർണ്ണമായും സൗജന്യമായാണ് ശ്മശാനത്തിന്റെ സേവനം നൽകുക. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി NV ഷീജ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, സ്ഥിരം സമിതി അധ്യക്ഷരായ KA വിശ്വനാഥൻ മാസ്റ്റർ, AK വിജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, വാർഡ് മെമ്പർ ഷൈബ ദിനേശൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മരണാനന്തര സഹായ സമിതി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. അതേസമയം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എതിരല്ലെന്നും എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുക്കണമെന്നതാണ് UDFന്റെ ആവശ്യമെന്നും ഒരിക്കൽ ശ്മശാന നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത് വീണ്ടും ആവർത്തിക്കുന്നതോട് എതിരായതിനാലാണ് ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുന്നതെന്നും UDF മെമ്പർമാർ പറഞ്ഞു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ ഏകാദശിയോടനുബന്ധിച്ച് നെല്ലുവായ് പ്രദീപ് നമ്പീശന്റെ നേതൃത്വത്തിൽ തുള്ളൽ സമന്വയം അരങ്ങേറി. ഗരുഡ ഗർവഭംഗം എന്ന കഥയാണ് തുള്ളലിൽ അവതരിപ്പിച്ചത്. മഹാവിഷ്ണു വാഹകനായ ഗരുഡന്റെ താൻ മഹാശക്തനാണെന്ന് അതിരുവിട്ട അഹങ്കാരം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഹനുമാനെ ഉപയോഗിച്ച് അവസാനിപ്പിക്കുന്നതാണ് കഥാസന്ദർഭം. ഗരുഡനെ പ്രദീപ് നമ്പീശനും ഹനുമാനെ കലാമണ്ഡലം ജിനേഷും കൃഷ്ണനെ പ്രദീപ് ആറാട്ടുപുഴയും അവതരിപ്പിച്ചു. വായ്പാട്ടിൽ കലാമണ്ഡലം പ്രസൂൺ, നന്ദൻ ചെറുശ്ശേരി എന്നിവരും, മൃദംഗത്തിൽ കലാമണ്ഡലം സജിത്ത് ബാലകൃഷ്ണൻ, ഇടക്കയിൽ കലാമണ്ഡലം സൂരജ് എന്നിവരും പിന്നണിയായി. നെൽകർഷകർക്ക് പലിശരഹിത വായ്പ നൽകി കാട്ടകമ്പാൽ സർവീസ് സഹകരണ ബാങ്ക്. കുന്നംകുളം കാർഷിക ഗ്രാമ വികസന ബാങ്ക് പ്രസിഡന്റ് ജോസഫ് ചാലിശ്ശേരി വായ്പാ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് സോണി സക്കറിയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ മുഖ്യാതിഥിയായിരുന്നു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ അദിയാരത്ത്, ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കാർഷിക മേഖലയായ കാട്ടകമ്പാലിൽ ബാങ്കിന്റെ പരിധിയിലുള്ള നെൽകർഷകർക്ക് ഏക്കർ ഒന്നിന് 10,000 രൂപ നിരക്കിൽ പരമാവധി 25,000 രൂപയാണ് ഒരു വ്യക്തിക്ക് 6 മാസക്കാലത്തേക്ക് പലിശയില്ലാത്ത വായ്പ നൽകുന്നത്. കൊയ്ത്ത് കഴിഞ്ഞ് നെല്ലിന്റെ പണം കിട്ടുന്ന മുറയ്ക്ക് കർഷകർ വായ്പ തീർക്കുന്ന പദ്ധതിയാണിത്. ഈ ഇനത്തിൽ 25 ലക്ഷം രൂപയാണ് ബാങ്ക് കർഷകർക്കായി മാറ്റിവെച്ചിരിക്കുന്നതെന്ന് ബാങ്ക് പ്രസിഡന്റ് സോണി സക്കറിയ പറഞ്ഞു. വടക്കേക്കാട് ബൈക്കും സൈക്കിളും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. നായരങ്ങാടി സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്കാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ ബൈക്ക് യാത്രികൻ വടക്കേക്കാട് നാലാംകല്ല് സ്വദേശി കരിപ്പായിൽ വീട്ടിൽ അഷ്കർ, സൈക്കിൾ യാത്രക്കാരി നായരങ്ങാടി സ്വദേശിനി 9 വയസ്സുകാരി ആരാധ്യ എന്നിവരെ വയലത്തൂർ എക്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ട് തൃശൂർ സിറ്റി ജില്ലാ പോലീസ് സ്റ്റേഷനുകളിൽ ക്രൈം കേസുകൾ ഉൾപ്പെടെ 293 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഡിസംബർ 31 മുതൽ ജനുവരി 1 വരെയുള്ള ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് കേസുകൾ. മദ്യപിച്ച് വാഹനമോടിക്കൽ, പൊതുസ്ഥലത്ത് മദ്യപാനം, കഞ്ചാവ് ബീഡിയുടെ ഉപയോഗം, പുകയില ഉൽപ്പന്ന വിൽപ്പന, പൊതുസ്ഥലത്ത് മദ്യപിച്ചു ബഹളം വയ്ക്കൽ, പ്രശ്നമുണ്ടാകാതിരിക്കാനുള്ള കരുതൽ തടങ്കൽ, അശ്രദ്ധമായ ഡ്രൈവിംഗ് എന്നിവയും 2 ക്രൈം കേസുകളുമുണ്ട്. 1613 ഗതാഗത നിയമലംഘനവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ 49ാമത് കുന്നംകുളം സെന്റർ കൺവെൻഷന് തുടക്കമായി. പോർക്കുളം രഹബോത്ത് നഗറിൽ വ്യാഴാഴ്ച വൈകിട്ട് കുന്നംകുളം സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ സാം വർഗീസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ പാസ്റ്റർ JNK സക്കറിയ അധ്യക്ഷത വഹിച്ചു. പാസ്റ്റർ റെജി ശാസ്താംകോട്ട മുഖ്യപ്രഭാഷണം നടത്തി. സെന്റർ കൊയർ ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. വൈകിട്ട് 6 മണി മുതൽ 9 മണി വരെ നടക്കുന്ന യോഗങ്ങളിൽ പാസ്റ്റർമാരായ റെജി ശാസ്താംകോട്ട, ജോ തോമസ് ബാംഗ്ലൂർ, ജെയിംസ് ജോർജ് പത്തനാപുരം, IPC സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി രാജു ആനിക്കാട്, MJ ഡേവിഡ് ബഹ്റിൻ എന്നിവർ പ്രസംഗിക്കും. പകൽ യോഗങ്ങൾ IPC പോർക്കുളം ഹാളിൽ നടക്കും. സഹോദരി സമാജ സമ്മേളനം, ഇവാഞ്ചലിസം ബോർഡ് സമ്മേളനം,
പാസ്റ്റേഴ്സ് മീറ്റിംഗ് ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ സെന്ററിലെ സഭകളുടെ സംയുക്ത യോഗം, കർത്തൃമേശ ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ സൺഡേ സ്കൂൾ വാർഷികം എന്നിവയുണ്ടാകും. IPC കുന്നംകുളം സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ സാം വർഗീസ്, കുന്നംകുളം സെന്റർ കൗൺസിൽ സെക്രട്ടറി പാസ്റ്റർ ബി വിനോദ്, വൈസ് പ്രസിഡന്റ് പാസ്റ്റർ PK ജോൺസൺ, ട്രഷറർ ബ്രദർ TK ജോൺസൺ, പബ്ലിസിറ്റി കൺവീനർ പാസ്റ്റർ CI കൊച്ചുണ്ണി, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. മനുഷ്യജീവന് യാതൊരു വിലയുമില്ലാതിരുന്ന അടിമത്ത നിലവിൽ നിന്ന് എന്തിനേറെ ജീവിക്കുവാൻ മാർഗമില്ലാതെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലും വിറ്റുകൊണ്ടിരുന്ന ഒരു കാലം. തിരുവനന്തപുരത്തിനടുത്ത് അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ജോൺ ഹസ് എന്ന് പറയുന്ന ഒരു മാന്യനായ ബ്രിട്ടീഷുകാരനായ മനുഷ്യൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ വഴിയോരത്ത് അമ്മമാരിൽ നിന്ന് കുഞ്ഞുങ്ങളെ വിറ്റുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പന്നിത്തടം യൂണിറ്റ് പുതുതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജനുവരി 5 ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കടങ്ങോട് ചൊവ്വന്നൂർ പഞ്ചായത്ത് പരിധിയിലെ പന്നിത്തടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചെറുകിട വ്യാപാരി വ്യവസായി അംഗങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്നു സ്വന്തമായി ഒരു ഓഫീസ് കെട്ടിടം. ഞായറാഴ്ച രാവിലെ 10-ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ KV അബ്ദുൾ ഹമീദ് നിർവഹിക്കും. പന്നിത്തടം യൂണിറ്റ് പ്രസിഡന്റ് MK ജോഷിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ കുന്നംകുളം MLA AC മൊയ്തീൻ വിശിഷ്ടാതിഥിയാകും. ജില്ലാ പ്രസിഡന്റ് NR വിനോദ് കുമാർ സ്മരണിക പ്രകാശനവും ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടത്ത് മുൻ ഭാരവാഹികളെ ആദരിക്കലും നടത്തും. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരും പങ്കെടുക്കും. ഉദ്ഘാടന പരിപാടിയുടെ ഭാഗമായി രാവിലെ 9:30-ന് പന്നിത്തടത്തുനിന്ന് സംസ്ഥാന ജില്ലാ നേതാക്കൾക്ക് സ്വീകരണം നൽകുമെന്നും താളമേള കമ്പടിയിൽ സ്വീകരണ ജാഥ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി KK ഹമീദ്, പ്രസിഡന്റ് MK ജോഷി, CU ഡോൺ, റോഷൻ കുമാർ എന്നിവർ പങ്കെടുത്തു. 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ അമൽ അരവിന്ദൻ സംവിധാനം ചെയ്യുന്ന പൂതം വരവായി എന്ന ഷോർട്ട് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു. സംവിധായകൻ അരവിന്ദൻ നെല്ലുവായുടെ മകനാണ് 10 വയസ്സുകാരൻ അമൽ. ആര്യമ്പാടം സർവോദയ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ അമൽ സ്കൂളിലെ ചിൽഡ്രൻസ് ഫിലിം ക്ലബിനു വേണ്ടിയാണ് കുട്ടികളുടെ സിനിമ നിർമ്മിക്കുന്നത്. നെല്ലുവായി വനദുർഗ ക്ഷേത്ര പരിസരത്ത് ചിത്രീകരണം ആരംഭിച്ച സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മം ഗിന്നസ് സത്താർ ആദൂർ നിർവഹിച്ചു. ഫിലിം ഫെയിം, ലങ്കാലക്ഷ്മി, ചൈൽഡ് ആർട്ടിസ്റ്റ് വൈഗാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. കഥ അമൽ അരവിന്ദൻ, തിരക്കഥാ സംഭാഷണം അരവിന്ദൻ നെല്ലുവായ്, ഛായാഗ്രഹണം മണികണ്ഠൻ വടക്കാഞ്ചേരി എന്നിവരാണ്. എൻ്റെ പേര് അമൽ അരവിന്ദൻ. ഞാൻ പഠിക്കുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള് ആര്യമ്പാടത്താണ്. ആചാര അനുഷ്കാര ബേസ് ചെയ്തിട്ടാണ് ഈ ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളെ ബന്ധപ്പെടുത്തിയാണ് ചെയ്തിരിക്കുന്നത്. നാട്ടുപ്രദേശങ്ങളിൽ, ഗ്രാമങ്ങളിലെ ഉത്സവത്തിന് മുന്നോടിയായി പൂതം കെട്ടിവരുന്ന ഒരു കുട്ടിയുടെ ജീവിതയാത്രയിലൂടെയാണ് ഈ കഥ തുടങ്ങുന്നത്. അവൻ്റെ മനസ്സിൽ അവൻ്റെ കൂട്ടുകാരനുമായി രൂപപ്പെട്ട ഒരു കഥയെ അടിസ്ഥാനപ്പെടുത്തി അവൻ ഒരു കഥ തയ്യാറാക്കുകയും ആ കഥയെ നമ്മൾ തിരക്കഥാ രൂപത്തിൽ ആക്കി അതിനു വേണ്ട കഥാപാത്രങ്ങളെ കണ്ടെത്തി ആണ് ഇന്ന് ചിത്രീകരണം നടക്കുന്നത്. SFI പന്നിത്തടം ലോക്കൽ സമ്മേളനം ചിറമനേങ്ങാട് MGM LP സ്കൂളിൽ സജ്ജമാക്കിയ AB ബിജേഷ് നഗറിൽ ചേർന്നു. SFI തൃശൂർ ജില്ലാ സെക്രട്ടറി ജിഷ്ണു സത്യൻ ഉദ്ഘാടനം ചെയ്തു. CPM പന്നിത്തടം ലോക്കൽ സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ, SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അജയ് രാജ്, ജില്ലാ കമ്മിറ്റി അംഗം അൻഷാദ്, ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം അങ്കിത, CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KM നൌഷാദ്, CPM പന്നിത്തടം ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ലോക്കൽ സെക്രട്ടറിയായി അമൽജിത്ത് PU, പ്രസിഡന്റായി എഡ്വിൻ ജിജു എന്നിവരെ തെരഞ്ഞെടുത്തു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ലോക ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന 36,008 നാളികേരം എറിഞ്ഞുള്ള വേട്ടേക്കരൻ പാട്ടിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി സമിതി അംഗങ്ങൾ നാളികേരം എണ്ണിത്തിട്ടപ്പെടുത്തി 10,000-ലധികം ആളുകൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഊട്ടുപുരയിലെ ഒരുക്കങ്ങളും പൂർത്തിയായി.
വേട്ടേക്കരൻ പാട്ടിന്റെ ഭാഗമായുള്ള ദീപാലങ്കാരങ്ങൾ സന്ദർശിക്കുവാനായി നിരവധി പേരാണ് എത്തുന്നത്. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി എന്നിവർ നേതൃത്വം നൽകും. കുന്നോളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ലോക ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന 36,008 നാളികേരം മുറിഞ്ഞുള്ള വേട്ടേക്കരൻ പാട്ടിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ രാവിലെ 9 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സദസ്സ് കക്കാട് കാരണോപ്പാട് മണക്കുളം ദിവാകര രാജയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, സിനിമാ താരം രമ്യ നമ്പീശൻ, മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സുനിൽദാസ് സ്വാമി, മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ആണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം തന്ത്രിമാരായ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി, തെക്കേടത്ത് ശശീരൻ നമ്പൂതിരി തുടങ്ങിയിട്ടുള്ള ആധ്യാത്മിക രംഗത്തെയും സാംസ്കാരിക രംഗത്തെയും സിനിമാ രംഗത്തെയും പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങ് നാളെ രാവിലെ 9 മണിക്ക് നടക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളെയും കുന്നോളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്ര സന്നിധിയിലേക്ക് സാദരം ക്ഷണിച്ചു. ഞാൻ സുബിദാസ്, കുന്നോളം കക്കാട് ഗണപതി ക്ഷേത്രം പ്രസിഡന്റ്. ലോകത്തന്നെ എവിടെയും ഉണ്ടാവാത്തൊരു സംവിധാനമാണ് 36,008 നാളികേരം ഒരു കോമരം ഒരേ ഇരിപ്പിലിരുന്ന് എറിഞ്ഞുടക്കിയെന്നത്. ക്ഷേത്ര ചടങ്ങുകൾ കാലത്ത് 5 മണിയോടുകൂടി ആരംഭിച്ച് ക്ഷേത്രം തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്ട്, തെക്കേടത്ത് ശശീന്ദ്രൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്തിലാണ് ചടങ്ങുകളൊക്കെ നടക്കുന്നത്. 3 നേരങ്ങളിലും നമ്മൾ അന്നദാനം ഒരുക്കിയിട്ടുണ്ട്. 3 പന്തീരായിരം പോലെ തന്നെ ത്രിപിൾ തായമ്പക, അങ്ങനെ ത്രിപിൾ കേളി, ആ രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. എല്ലാ ചടങ്ങിലും സന്നിഹിതരായി കക്കാട് ഗണപതിയുടെയും വേട്ടക്കൻ്റെ ഒക്കെ അനുഗ്രഹത്തിന് നിങ്ങൾ ഉണ്ടാവണം. പ്രാർത്ഥനയോട് കൂടിയിട്ട് നമസ്കാരം. ജനുവരി 4-ന് തിരുവനന്തപുരത്ത് തുടക്കമാകുന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മാറ്റുരച്ച് മികച്ച വിജയം നേടുവാനുള്ള പരിശ്രമത്തിലാണ് കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. സ്കൂളിൽ നിന്നും ഈ വർഷം 42 വിദ്യാർത്ഥികളാണ് 8 ഇനങ്ങളിലായി മത്സരിക്കുന്നത്. യക്ഷഗാനം, ഒപ്പന, വട്ടപ്പാട്ട്, കന്നഡ പദ്യം ചൊല്ലൽ, തബല ഇനങ്ങളിൽ ഹൈസ്കൂൾ വിഭാഗവും വട്ടപ്പാട്ട്, ഉറുദു, ഗസൽ, ഉറുദു പദ്യം ചൊല്ലൽ ഇനങ്ങളിൽ ഹയർ സെക്കൻഡറി വിഭാഗവുമാണ് പങ്കെടുക്കുന്നത്. 4 ഗ്രൂപ്പ് മത്സരങ്ങളുമാണുള്ളത്. യക്ഷഗാനത്തിൽ തുടർച്ചയായ 7ാം തവണയാണ് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായി ബഥനിക്ക് ബഥനിയുടേതായിട്ടുള്ള സ്ഥാനം സംസ്ഥാന കലോത്സവത്തിൽ കാഴ്ചവെക്കുവാൻ തക്കവണ്ണം സാധിച്ചിട്ടുണ്ടെന്നുള്ളത് അഭിമാനകരമായ നേട്ടമാണെന്ന് പ്രിൻസിപ്പാൾ ഫാദർ യാക്കോബ് OIC പറഞ്ഞു. കഴിഞ്ഞ കുറേ കാലമായിട്ട് ബഥനിക്ക് ബഥനിയുടേതായിട്ടുള്ളൊരു സ്ഥാനം സംസ്ഥാന കലോത്സവത്തിൽ കാഴ്ചവെക്കുവാൻ തക്കവണ്ണം സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടം തന്നെയാണ്. അതിൻ്റെ പിന്നിൽ അധ്യാപകരുടെയും കുട്ടികൾക്ക് പരിശീലനം നൽകുന്നവരുടെയും മാതാപിതാക്കളുടെയും എല്ലാം തന്നെ കുട്ടികളുടെയും ഏറ്റവും മികച്ച പരിശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ വർഷത്തെ സംസ്ഥാന കലോത്സവത്തിലും മികച്ച വിജയം നേടുവാൻ തക്കവണ്ണം സാധിക്കട്ടെ എന്ന് കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും ചെയ്യും. സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് മികച്ച പരിശീലകരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പരിശീലനം നടത്തുന്നത്. ജനുവരി 4-ന് ശനിയാഴ്ച മത്സരാർത്ഥികൾ കലോത്സവ നഗരിയിലേക്ക് പുറപ്പെടും. തൃശ്ശൂർ ജില്ലേനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഞങ്ങൾ 4 ടീമുകളാണ് പോകുന്നത്. ഇത് ഞങ്ങൾ തന്നെ കുറേ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുണ്ട്. പ്രിൻസിപ്പൽ യാക്കൂബ് ഫാദർ, ബെഞ്ചമിൻ ഫാദർ, രാംദാസ് സാറ് എല്ലാവരും ഞങ്ങളെ കുറേ സപ്പോർട്ട് ചെയ്തു. സബ് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും ഇവരുടെയും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് 1ാം സ്ഥാനം കരസ്ഥമാക്കാൻ പറ്റിയത്. ഇനിയും ഇതിനൊക്കെ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പെങ്ങേമുക്ക് ചെറുവള്ളി കടവിൽ പാടത്ത് ശുചിമുറി മാലിന്യം തള്ളിയത് കർഷകനെ പ്രതിസന്ധിയിലാക്കി. മാലിന്യം നിറഞ്ഞ പാടത്ത് കൃഷി ഇറക്കാനാകാതെ തൊഴിലാളികൾ മടങ്ങി. ഇതോടെ എന്തു ചെയ്യണമെന്നറിയാതെ വലയുകയാണ് കർഷകനായ ചെറുള്ളിയിൽ വീട്ടിൽ വിനോദ്. ചെറുവള്ളിക്കടവ് പാലത്തിന് സമീപം 1 ഏക്കർ സ്ഥലത്താണ് വിനോദ് നെൽകൃഷി ചെയ്യാനായി പാടം പാട്ടത്തിനെടുത്തത്. ട്രാക്ടർ പൂട്ടിയ പാടത്ത് രാത്രിയിൽ ശുചിമുറി മാലിന്യം തള്ളുകയായിരുന്നു. ഞാറു നടാൻ ഒരുക്കങ്ങൾ പൂർത്തിയായ പാടത്ത് ശുചിമുറി മാലിന്യം നിറഞ്ഞതോടെ ഈ ഭാഗത്ത് കൃഷി ഇറക്കാൻ കഴിയാതെയായി. മുൻപും ഈ ഭാഗത്ത് മാലിന്യം തള്ളാറുണ്ടെന്ന് കുടുംബശ്രീ അംഗങ്ങൾ പറഞ്ഞു. പലതവണ പരാതിപ്പെട്ടിട്ടും അധികൃതർ നടപടിയെടുത്തില്ലെന്ന് കുടുംബശ്രീ അംഗങ്ങൾ കുറ്റപ്പെടുത്തി. മേഖലയിൽ CCTV സ്ഥാപിച്ച് മാലിന്യം തള്ളുന്നവരെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇങ്ങനെ തട്ടിക്കൊണ്ട് എനിക്ക് കുറേ ഭാഗങ്ങൾ കൃഷി ചെയ്യാൻ പറ്റാതെ ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഇത് ഉണ്ടായിട്ട് കുറച്ച് ദിവസം ആയിട്ട് പോലും പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ മെമ്പർമാർ വഴിയോ അതല്ലെങ്കിൽ കൃഷിഭവനിൽ നിന്നോ ഇതൊന്ന് അന്വേഷിക്കാനോ ഇതെന്താണെന്ന് പോലും അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇനി അത് മാത്രമല്ല, ഇങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും ഒരു പരാതി ഞാൻ മരത്തിൻ്റെ പേരിൽ തന്നെ കൊടുത്തിട്ട് അതിനൊരു നടപടി ഉണ്ടാവാത്തതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് നഷ്ടങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ നഷ്ടമല്ല, ഈ വേസ്റ്റ് വന്നിട്ട്
വേസ്റ്റ് അങ്ങനെ ഒഴുകിയിട്ട് നട്ടുന്ന ഞാറ് പോലും പിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് വന്നത്. ഉപജില്ലാ തലത്തിൽ വിവിധ മേളകളിൽ പങ്കെടുത്ത പുന്നിയൂർക്കുളം ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികളെ അനുമോദിക്കുന്നതിനു വേണ്ടി പ്രതിഭാ സംഗമം നടത്തി. തുടർന്ന് രക്ഷാകർതൃ ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് K. തെസ്നി അധ്യക്ഷത വഹിച്ചു. പരിവർത്തന വിദഗ്ധൻ ഹസനുൽ ബന്ന ബോധവൽക്കരണ പരിപാടിക്ക് നേതൃത്വം നൽകി. വൈസ് പ്രസിഡന്റ് KT കമറു, ഷെരീഫ് തളികശ്ശേരി, K. പ്രജിഷ തുടങ്ങിയവർ സംസാരിച്ചു. ചിന്മയ മിഷന്റെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ ഭഗവത്ഗീത ഭാഗവത ശിബിരം നടത്തി. സ്വാമിനി സംഹിതാനന്ദജി ഉദ്ഘാടനം ചെയ്തു. സ്വാമി അഭയാനന്ദജി, ബ്രഹ്മചാരി സുധീർ ചൈതന്യജി, ബ്രഹ്മചാരി സുധീഷ് ജി, പ്രൊഫസർ N. വിജയൻ മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. C. സജിത് കുമാർ, ഡോക്ടർ സുരേഷ്, M. അനൂപ് എന്നിവർ നേതൃത്വം നൽകി. പ്രഭാഷണം, പാരായണം, ധ്യാനം, നാമസങ്കീർത്തനം എന്നിവയും ഉണ്ടായിരുന്നു. കുന്നംകുളം അഞ്ഞൂർ റോഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നശിപ്പിക്കാൻ ശ്രമിച്ചതായി പരാതി. കമ്പനിപ്പടിയിലുള്ള നാഴികത്ത് ഭാസ്കരൻ നായർ സ്മാരക മെമ്മോറിയൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം സാമൂഹ്യവിരുദ്ധർ തകർക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. സംഭവത്തിൽ അഞ്ഞൂർ ബസ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. CPI 25ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള ഘടക സമ്മേളനങ്ങൾക്ക് തുടക്കമായി. കുന്നംകുളം മണ്ഡലത്തിലെ ആദ്യ സമ്മേളനം കടവല്ലൂർ ലോക്കൽ കമ്മിറ്റിയിലെ കടവല്ലൂർ വെസ്റ്റ് ബ്രാഞ്ചിൽ വെച്ച് നടന്നു. PV കുഞ്ഞിമോൻ പതാക ഉയർത്തി, M. ബാബു രക്തസാക്ഷി പ്രമേയവും അബൂബക്കർ പത്തായത്തിങ്കൽ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. PU മൊയ്തീൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗം KP സന്ദീപ്, മണ്ഡലം സെക്രട്ടറി KT ഷാജൻ, സെക്രട്ടേറിയറ്റ് അംഗം OK ശശി, LC സെക്രട്ടറി KM മണികണ്ഠൻ, AITUC മണ്ഡലം സെക്രട്ടറി PK രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കരിക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ് 3 ഓഫീസുകളായി വിഭജിക്കണമെന്നും കൃഷിക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നും കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പുതിയ സെക്രട്ടറിയായി KR അജയകുമാറിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി PU മൊയ്തീനെയും തെരഞ്ഞെടുത്തു. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ ന്യൂ ഇയർ ആഘോഷിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി വികാരി ഫാദർ ജോഷി ആളൂർ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി അധ്യക്ഷനായി. ചടങ്ങിൽ JJU ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത TG സുന്ദർലാൽ, CA പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പ്രസ് ക്ലബ്ബ് അംഗം ശർമാജിയുടെ മകൾ PS അനന്യ എന്നിവരെ അനുമോദിച്ചു. വൈസ് പ്രസിഡന്റ് KK മാത്യു, സെക്രട്ടറി KC ഡേവിസ്, ജോയിന്റ് സെക്രട്ടറി KR രാധിക, ട്രഷറർ വേണുഗോപാലൻ അമ്പലപ്പാട്ട്, റഫീഖ് ഐനിക്കുന്നത്ത്, ശർമാജി, ഇബ്രാഹിം പഴവൂർ, ഫൊറോന പള്ളി ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചലച്ചിത്ര നടൻ വിജീഷ് വിജയന്റെ പിതാവ് പാവറട്ടി വീട്ടിൽ പാച്ചുകുട്ടി മകൻ വിജയൻ അന്തരിച്ചു. കഴിഞ്ഞ 25 വർഷമായി വേലൂരിൽ കുറുമാൽ ആനപ്പാലം വഴിയിലാണ് താമസം. ഖത്തർ ദോഹയിൽ ബിസിനസ്സായിരുന്നു. ദിലീപിന്റെ ഗ്രാമഫോൺ തുടങ്ങിയ ചിത്രങ്ങളിൽ നിർമ്മാതാക്കളുമായി സഹകരിച്ചിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ നടക്കും. ചാലിശ്ശേരി ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി യോഗവും ന്യൂ ഇയർ ആഘോഷവും സംഘടിപ്പിച്ചു. പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ R. കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. ന്യൂ ഇയറിന്റെ ഭാഗമായി കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു. പുതുവർഷത്തിന്റെ ഭാഗമായി സ്റ്റേഷൻ പരിധിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് ഭക്ഷ്യക്കിറ്റുകൾ, സ്കൂൾ, കോളേജ് എന്നിവിടങ്ങളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ എന്നിവ നടത്തുവാൻ തീരുമാനിച്ചു. ഓൺലൈൻ തട്ടിപ്പുകളിൽ പൊതുജനം ജാഗ്രത പുലർത്തണമെന്നും ലൈസൻസ് ഇല്ലാതെ ഇരുചക്രവാഹനം ഓടിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും SHO പറഞ്ഞു. സബ് ഇൻസ്പെക്ടർ S. ശ്രീലാൽ, കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസർ അരവിന്ദാക്ഷൻ T, ബീറ്റ് ഓഫീസർ R. സജിത, ജാഗ്രതാ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഭരണഘടനയ്ക്ക് രൂപം നൽകിയ ഡോക്ടർ BR അംബേദ്കറെ അവഹേളിച്ചവർക്ക് ഇന്ത്യൻ ജനത മാപ്പ് തരില്ലെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രേമ G. പിഷാരടി. ഡോക്ടർ BR അംബേദ്കറെ അപമാനിച്ച ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ നയിച്ച ജയ് ഭീം നൈറ്റ് മാർച്ച് കൊടുങ്ങല്ലൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ജില്ലാ ജനറൽ സെക്രട്ടറി ഉമൈറ KS അധ്യക്ഷത വഹിച്ചു. സിനിമാ സംവിധായകൻ പ്രശാന്ത് ഈഴവൻ, BSP സംസ്ഥാന കോർഡിനേറ്റർ സുബ്രഹ്മണ്യൻ PK, യുവകവിയും എഴുത്തുകാരനുമായ കണ്ണൻ സിദ്ധാർത്ഥ്, SC ST ഫെഡറേഷൻ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് നിഖിൽ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു.
വടക്കേ നടയിൽ നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ച് നഗരം ചുറ്റി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ജില്ലാ നേതാക്കളായ TM കുഞ്ഞിപ്പ, സരസ്വതി വലപ്പാട്, സുഹൈബ് അലി, സുലേഖ അസീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളി പെരുന്നാൾ സമാപിച്ചു. ജനുവരി 2, 3 തീയതികളിലായാണ് പെരുന്നാൾ ആഘോഷിച്ചത്. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രോപൊലിത്ത മുഖ്യകാർമ്മികത്വം വഹിച്ചു. കുന്നംകുളം ഭദ്രാസനത്തിലെ വൈദികർ സഹകാർമ്മികരായി. വ്യാഴാഴ്ച വൈകിട്ട് 7-ന് സന്ധ്യാനമസ്കാരം, പെരുന്നാൾ പ്രദക്ഷിണം, ശ്ലൈഹിക വാഴ്വ്, നേർച്ച എന്നിവ ഉണ്ടായി. തുടർന്ന് ദേശക്കാരുടെ ഘോഷയാത്രയും ആരംഭിച്ചു. വെള്ളിയാഴ്ച രാവിലെ 7:30-ന് പ്രഭാത നമസ്കാരം, 8:30-ന് യൂലിയോസ് മെത്രോപൊലിത്തയുടെ മുഖ്യകാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയുമുണ്ടായി. ഫാദർ ജോസഫ് ജോർജ്, ഫാദർ കുര്യാക്കോസ് ജോൺസൺ എന്നിവർ സഹകാർമ്മികരായിരുന്നു. പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവയുടെ അനുസ്മരണ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ജോസഫ് തോലത്ത് കോർ എപ്പിസ്കോപ്പ സന്നിഹിതനായിരുന്നു. SSLC +2 തലത്തിൽ ഉന്നത വിജയം നേടിയവർക്ക് ഫാദർ ജോസഫ് പുലിക്കോട്ടിൽ മെമ്മോറിയൽ ട്രോഫിയും ഫാദർ മത്തായി പനക്കൽ മെമ്മോറിയൽ ട്രോഫിയും നൽകി. ഉച്ചതിരിഞ്ഞാരംഭിച്ച ദേശക്കാരുടെ വാദ്യമേളങ്ങളോടുകൂടിയുള്ള പെരുന്നാൾ ആഘോഷം വൈകിട്ട് 5:30-ന് പള്ളിയിൽ സമാപിച്ചു. തുടർന്ന് കുന്നംകുളം ഭദ്രാസനത്തിലെ വൈദികരുടെ നേതൃത്വത്തിൽ പള്ളിക്കു ചുറ്റും സമാപന പ്രദക്ഷിണവും ധൂപപ്രാർത്ഥനയും നടത്തി. നാനാജാതി മതസ്ഥരായ ആയിരങ്ങൾ പങ്കെടുത്ത പൊതുസദ്യയോടെ പെരുന്നാൾ സമാപിച്ചു. വികാരി ഫാദർ ജോസഫ് ചെറുവത്തൂർ, സഹവികാരി ഫാദർ ജോസഫ് ജോസ് കെ, കൈക്കാരൻ അരുൺ വിജോയ്, സെക്രട്ടറി P. സിൻജു സജിൻ എന്നിവർ നേതൃത്വം നൽകി. കറുകപ്പുത്തൂർ, തിരുമിറ്റക്കോട്, പെരിങ്ങന്നൂർ, ചേലിക്കാട്ടിൽ തറവാട് കുടുംബസംഗമം പെരിങ്ങന്നൂരിലെ തറവാട്ട് വീട്ടിൽ നടന്നു. പ്രസിഡന്റ് C. ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി C. വിനോദ് കുമാർ അധ്യക്ഷനായി. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുടുംബാംഗങ്ങളെ ആദരിച്ചു. കലാപരിപാടികളും അരങ്ങേറി. കോഴിക്കോട് നാടകസഭ അവതരിപ്പിച്ച പഞ്ചമി പെറ്റ പന്തിരുകുലം എന്ന നാടകം അരങ്ങേറി. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിലെ തിരുനാൾ ഭക്തിസാന്ദ്രമായി. രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്കും ആഘോഷമായ ദിവ്യബലിക്കും വടക്കൻ പുതുക്കാട് വികാരി ഫാദർ ജോസ് എടക്കളത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സാന്ത്വനം അസിസ്റ്റന്റ് ഡയറക്ടർ റവറന്റ് ഫാദർ ഡിക്സൺ കൊളംബ്രത്ത് സഹകാർമ്മികനായി. ഉച്ചതിരിഞ്ഞ് നടന്ന ദിവ്യബലിക്ക് ശേഷം നടന്ന പ്രദക്ഷിണത്തിൽ 1000-ഓളം വിശ്വാസികൾ പങ്കെടുത്തു. 100 കണക്കിന് മുത്തുകുടകളും 50-ഓളം പൊൻകുരിശും ബാൻഡുവാദ്യവും അകമ്പടിയായി. തിരുനാൾ ദിനത്തിൽ മാത്രം പുറത്തെടുക്കുന്ന വിശുദ്ധ രൂപം തൊട്ടുവണങ്ങാനും വിശ്വാസികളുടെ തിരക്കനുഭവപ്പെട്ടു. ശനിയാഴ്ച മരിച്ചവർക്ക് വേണ്ടിയുള്ള പരിശുദ്ധ കുർബാന, ഒപ്പീസ്, രാത്രി 7 മണിക്ക് യുണൈറ്റഡ് ക്ലബ്ബ് സ്പോൺസർ ചെയ്ത ഗാനമേള എന്നിവയുണ്ടാകും. ചടങ്ങുകൾക്ക് വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ, അസിസ്റ്റന്റ് വികാരി എഡ്വിൻ ഐനിക്കൽ, ജനറൽ കൺവീനർ ബാബു VK, ട്രസ്റ്റിമാരായ പോളി KP, സെബി താണിക്കൽ, ഡേവിസ് CK, കൺവീനർമാരായ സിസ്റ്റർ റിയ റോസ്, ആനി ജോസ്, ബാബു M. വർഗീസ്, ബിജു മുട്ടത്ത്, PRO ജോബ് C. ആൻഡ്രൂസ് എന്നിവർ നേതൃത്വം നൽകി. സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത് കേരള സ്റ്റേറ്റ് അത്ലറ്റ് മീറ്റിലെ ജേതാക്കളായ ഗുരുവായൂർ ഇൻസൈറ്റ് സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളെ ആദരിച്ചു. സോഫ്റ്റ് ബോൾ ത്രോയിൽ സ്വർണവും 50 മീറ്റർ നടത്തത്തിൽ വെങ്കലവും നേടിയ ആയിഷ അസ, 100 മീറ്റർ ഓട്ടത്തിൽ വെങ്കലം നേടിയ ശരത്ത്, ഷോട്ട്പുട്ടിൽ വെങ്കലം നേടിയ ആൽവിൻ, അസൂറ എന്നിവരെയാണ് ആദരിച്ചത്. സമാദരണ സദസ്സ് ചാവക്കാട് AO PM ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. ഇൻസൈറ്റ് സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പാൾ ഫാരിദ ഹംസ അധ്യക്ഷത വഹിച്ചു. ഒരുമനൂർ പഞ്ചായത്ത് അംഗം അസീന അൻവർ, മുൻ അംഗം KJ ചാക്കോ, അഷ്റഫ് ഒരുമനയൂർ, ഇൻസൈറ്റ് സ്പെഷ്യൽ സ്കൂൾ PTA പ്രസിഡന്റ് മരുത് ചാണ്ടി, ഇന്ദിര സോമസുന്ദരൻ, ലിഷ കൃഷ്ണകുമാർ, സീനത്ത് റഷീദ്, MV ഷക്കീൽ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിന്ദി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ഇന പരിപാടികൾ നടത്തി. കുട്ടികളുടെ ഭാഷാ നൈപുണ്യങ്ങളെ ഉണർത്തുന്ന തരത്തിലുള്ള പ്രദർശനങ്ങളും കുട്ടികളുടെ കലാരംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കലാപരിപാടികളും സംഘടിപ്പിച്ചു. ഹിന്ദി മാഗസിൻ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OSC പ്രകാശനം ചെയ്തു. ഹിന്ദി എക്സിബിഷൻ ഉദ്ഘാടനം ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി നിർവഹിച്ചു. കലാപരിപാടികൾ മുൻ പ്രിൻസിപ്പൽ ഫാദർ പത്രോസ് OSC ഉദ്ഘാടനം ചെയ്തു. ഹിന്ദി വിഭാഗം അധ്യാപിക KR രാജേശ്വരി സ്വാഗതവും ഹിന്ദി അധ്യാപിക വീണ സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു. തൃശൂർ ജില്ലാ സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് 2024 സംഘടിപ്പിച്ചു. പുന്നൂർ കുഴിങ്ങര KC പോക്കർഹാജി മെമ്മോറിയൽ LP സ്കൂളിൽ നടത്തിയ ജില്ലാ ചാമ്പ്യൻഷിപ്പ് ചടങ്ങ് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കണ്ണൻ മേനോൻ ഗുരുക്കൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഷംസുദ്ദീൻ ഗുരുക്കൾ, അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് നൌഷാദ് ഗുരുക്കൾ, ജില്ലാ ട്രഷറർ ഷാഫി ഗുരുക്കൾ തുടങ്ങിയവർ സംസാരിച്ചു.
ശ്രീനാരായണ ഗുരുവിന്റെ പാദസ്പർശമേറ്റ പഴഞ്ഞി ചെറുതുരുത്തി തുപ്പേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ ആദ്യമായി സമൂഹ ഏകദിന രുദ്രയജ്ഞം നടത്തുന്നു. തുപ്പേശ്വര മഹാദേവ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച നടത്തുന്ന സമൂഹ ഏകദിന രുദ്രയജ്ഞത്തിന് ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ശനിയാഴ്ച വൈകിട്ട് ആചാര്യവരണത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. 11 ഹോമകുണ്ടങ്ങളിലായി ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ സമൂഹ ഏകദിന രുദ്രയജ്ഞം നടക്കും. വിനു മഹോദയ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രത്തിൽ ഞായറാഴ്ച പുലർച്ചെ ദീപപ്രജ്വലനം, ഗണപതി ഹോമം, ഗുരുപൂജ എന്നിവയുണ്ടാകും. 6-ന് യജ്ഞം ആരംഭിക്കും. 11 മണിക്ക് തുപ്പേശ്വര മഹാദേവന് വിശേഷാൽ പൂജ, യജ്ഞ കലശാഭിഷേകം, അമൃത ഭോജനം എന്നിവയോടെയാണ് സമാപനം. പ്രസിഡന്റ് MK അശോകൻ, സെക്രട്ടറി KG ദിനേശ്, ട്രഷറർ MK സജി, കൺവീനർ MA ബാലകൃഷ്ണൻ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകും. തളി ANMM UP സ്കൂളിൽ 1980-81 മുതൽ 1986-87 വരെയുള്ള അധ്യയന വർഷങ്ങളിലായി പഠനം പൂർത്തിയാക്കിയവരുടെ കൂട്ടായ്മയായ ഇതളുകളുടെ 2ാമത് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടത്തി. സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി പ്രശസ്ത സിനിമാ സംവിധായകൻ റഷീദ് പാലക്കൽ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ ചെയർമാൻ ബക്കർ മച്ചാട് അധ്യക്ഷത വഹിച്ചു. സിനിമാ സംഗീത സംവിധായകൻ ശിവരാമൻ നാഗലശ്ശേരി, സിനിമാ നാടകനടൻ വിജയൻ ചാത്തന്നൂർ എന്നിവർ മുഖ്യാതിഥികളായി. കൂട്ടായ്മ സെക്രട്ടറി ഷാജി VS റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശശികുമാർ കൊടക്കാടത്ത്, സ്കൂൾ പ്രധാനാധ്യാപിക പത്മജ ടീച്ചർ എന്നിവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് സദ്യയും തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. വൈകിട്ട് കരോക്കെ ഗാനമേളയും ഒരുക്കി. CHM കുഴിങ്ങരയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനവും ഇശൽ മഷ്ഹൂർ മ്യൂസിക് സന്ധ്യയും സംഘടിപ്പിച്ചു. ഓഫീസ് പരിസരത്ത് നടത്തിയ പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് അനസ് മച്ചിങ്ങൽ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് മുഖ്യാതിഥിയായി. സെക്രട്ടറി ഷംസുദ്ദീൻ കുന്നമ്പത്ത്, ഉസ്മാൻ എടയൂർ, K ഷബീർ, അഷ്കർ കുഴിങ്ങര, MC ഷറഫു, K ഫൈസൽ എന്നിവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി നാസിക് ഡോളിന്റെ അകമ്പടിയോടുകൂടി വിളംബര റാലിയും ഉണ്ടായിരുന്നു. തുടർന്ന് ഇശൽ മഷ്ഹൂർ മ്യൂസിക് ബാൻഡ് ഒരുക്കിയ മുട്ടിപ്പാട്ടും ഉണ്ടായി. പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പ് ജനുവരി 5-ന് ഞായറാഴ്ച രാവിലെ കാരുണ്യം ഓഫീസിൽ നടത്തുമെന്ന് ഭാരവാഹികൾ പുന്നയൂർക്കുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വടകര തണലിന്റെയും വടക്കേക്കാട് തണൽ ഡയാലിസിസ് സെന്ററിന്റെയും സഹകരണത്തോടു കൂടിയാണ് ക്യാമ്പ് നടത്തുന്നത്. പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ മുഖ്യാതിഥിയാകും. സ്മൈൽ 365 മെഡിക്കൽ സെന്റർ സൈക്കോളജി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബോധവൽക്കരണ ക്ലാസ് നടത്തും. ക്യാമ്പിൽ ബ്ലഡ് ഷുഗർ, ബ്ലഡ് പ്രഷർ, യൂറിൻ ഷുഗർ, യൂറിൻ ആൽബുമിൻ, ആവശ്യമെങ്കിൽ ക്രിയാറ്റിൻ എന്നിവയും പരിശോധിക്കും. കൂടുതൽ ചികിത്സ ആവശ്യമുള്ളവർക്ക് കുറഞ്ഞ ചെലവിൽ തണൽ ഡയാലിസിസ് സെന്റർ പരിശോധനയ്ക്ക് വിധേയമാക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷൻ സംബന്ധമായും 75 92 02 66 50 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കാരുണ്യം ചെയർമാൻ കുഞ്ഞുമുഹമ്മദ് വീട്ടിപ്പറമ്പിൽ, ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ ആറ്റുപുറം, വൈസ് ചെയർമാൻ ഷെരീഫ് പാണ്ടോത്തയിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വേലൂർ ബോധി റോഡ് പരിസരത്തെ കുടുംബങ്ങളുടെ കൂട്ടായ്മയായ ബോധി റെസിഡൻസ് അസോസിയേഷൻ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വേലൂർ ബ്രേവ് രൂപീകരിച്ചു. ഇതിനോടനുബന്ധിച്ച് റോഡ് ശുചീകരണ പ്രവർത്തനം നടത്തി. റോഡിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനായി റോഡരികിൽ വിവിധയിടങ്ങളിൽ ബോട്ടിൽ ബൂത്ത് മാതൃകയിൽ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചു. ബ്രേവ് ക്ലീൻ ലൈൻസ് പ്രോജക്റ്റ് എന്ന പേരിൽ റോഡിൽ നിക്ഷേപിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയുടെ സഹായത്തോടെ സംസ്കരിക്കും. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. 11ാം വാർഡംഗം ശുഭ അനിൽകുമാർ സന്നിഹിതയായിരുന്നു. കുട്ടികൾക്കുള്ള ബോധവൽക്കരണ പരിപാടികൾ ഉൾപ്പെടെ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് ബ്രേവ് പ്രസിഡന്റ് വിനോദ് ദാസ്, സെക്രട്ടറി സന്താൾ അത്താണിക്കൽ, ട്രഷറർ പ്രദീപ് കുമാർ എന്നിവർ അറിയിച്ചു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 7230 രൂപ, പവന് 57,840 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 95 രൂപ. ചരമം
കുട്ടഞ്ചേരി കുണ്ടുവളപ്പിൽ മമ്മി നിര്യാതനായി. ഖബറടക്കം എരുമപ്പെട്ടി ജുമാ മസ്ജിദിൽ നടന്നു. പരേതയായ പാത്തുമ്മയാണ് ഭാര്യ. സുഹറ, നബീസ, അഷ്റഫ്, ഐഷാബി എന്നിവർ മക്കളാണ്. മറ്റം ആളൂർ തിരുവത്ര കോതേരി ബാലൻ നായർ നിര്യാതനായി. 89 വയസ്സായിരുന്നു. സംസ്കാരം പാമ്പാടി അയ്യർ മഠത്തിൽ നടന്നു. വത്സല, രാജൻ, വിനോദ്, രാജി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേച്ചേരി പട്ടിക്കരയിൽ ലോറി കയറി വീട്ടമ്മ മരിച്ചു. രായമരക്കാർ വീട്ടിൽ ഷെരീഫിന്റെ ഭാര്യ ഷെബിദയാണ് മരിച്ചത്. 43 വയസ്സാണ്. വടക്കാഞ്ചേരി 1-ാം കല്ല് ബസ് സ്റ്റോപ്പിന് സമീപം ഗൃഹനാഥയുടെ കാലിന് മുകളിൽ ബസ് കയറിയിറങ്ങി. കുന്നംകുളത്ത് KSRTC ബസ്സിന് പുറകിൽ സ്വകാര്യ ബസ് ഇടിച്ച് അപകടം. വെള്ളർക്കാട് പാടശേഖരത്തിൽ അവശനിലയിൽ കണ്ടെത്തിയ കാട്ടുപന്നിയെ കടങ്ങോട് പഞ്ചായത്ത് അധികൃതരുടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ വെടിവെച്ചു കൊന്നു. അതേസമയം അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതി കെണിയിൽ നിന്നും പന്നിക്ക് ഷോക്കേറ്റുവെന്ന് ആരോപണം. പെരുമ്പടപ്പ് പോലീസിന്റെ നേതൃത്വത്തിൽ കഞ്ചാവ് വേട്ട. കോതമുക്ക് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലം കേന്ദ്രീകരിച്ചു നടത്തിയ പരിശോധനയിൽ 2 കിലോയിലധികം കഞ്ചാവുമായി ബീഹാർ സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. മാലിന്യ നിർമ്മാർജ്ജന സന്ദേശം ഉയർത്തി കുന്നംകുളം നഗരഹൃദയത്തിൽ ഉമ്മടെ കുന്നംകുളം സ്ക്വയർ ഒരുങ്ങി. ജലധാര ഉൾപ്പെടെയുള്ള പൂന്തോട്ടത്തോടെയാണ് നിർമ്മാണം. ആലാപാലം ആധുനിക വാതക ശ്മശാനം നിർമ്മാണോദ്ഘാടനത്തിൽ നിന്നും UDF മെമ്പർമാർ വിട്ടുനിന്നു. ശ്മശാനം രണ്ടാമതും നിർമ്മാണോദ്ഘാടനം നടത്തുന്നതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയാണ് UDF മെമ്പർമാർ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.